ലക്ഷങ്ങൾ ശമ്പളമുള്ള സോഫ്റ്റ്വെയർ ജോലി ഉപേക്ഷിച്ച് ഹൈദരാബാദിൽ അമ്മയ്ക്കൊപ്പം താമസിക്കാനെത്തിയ 25-കാരിയായ യുവതി കഴിഞ്ഞ ദിവസമാണ് തടാകത്തിൽ ചാടി ജീവനൊടുക്കിയത്. ബംഗളൂരുവിൽ IT ജീവനക്കാരിയായിരുന്ന തേജസ്വിനിയാണ് മരിച്ചത്. സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അച്ഛനുമായി പിരിഞ്ഞ് ഹൈദരാബാദിൽ തനിച്ച് താമസിക്കുകയായിരുന്ന അമ്മ അരുണയ്ക്ക് കൂട്ടായാണ് തേജസ്വിനി 6 മാസം മുൻപ് ജോലി രാജിവെച്ച് ഇവിടെ വന്നത്. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ ദേവപ്പള്ളി സ്വദേശികളായ ഇവർ നിലവിൽ ഹൈദരാബാദിലെ ശങ്കർ നഗറിലാണ് താമസിച്ചിരുന്നത്. ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് തേജസ്വിനി കടുത്ത ജോലി സമ്മർദ്ദവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്നതായും ഇതിനാലാണ് ജോലി ഉപേക്ഷിച്ചിരുന്നതെന്നും അമ്മ അരുണ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ കുടുംബപരമായ ചില സാഹചര്യങ്ങളും ഹൈദരാബാദിൽ എവിടെ സ്ഥിരതാമസമാക്കണം എന്നതിനെ ചൊല്ലി അമ്മയും മകളും തമ്മിലുണ്ടായ ആശയക്കുഴപ്പങ്ങളും തേജസ്വിനിയെ കൂടുതൽ മാനസിക വിഷമത്തിലാക്കിയിരുന്നതായും പറയപ്പെടുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 2:30-ഓടെ ശങ്കർ നഗറിലെ വീട്ടിൽ നിന്നും വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ തേജസ്വിനി പുറത്തേക്ക് ഓടുന്നതിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതി സമീപത്തെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ അല്പസമയം നിൽക്കുകയും തുടർന്ന് അവിടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന വസ്ത്രവുമെടുത്ത് ശരീരത്തിൽ ചുറ്റി തൊട്ടടുത്തുള്ള തടാകത്തിലേക്ക് ഓടി ചാടുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തേജസ്വിനി വീട് വിട്ടിറങ്ങുന്നതിന് മുൻപ് അമ്മ ഉറങ്ങിക്കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. രാവിലെ ഉറക്കമുണർന്ന അരുണ വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ അയൽക്കാരെ വിളിച്ചുകൂട്ടി വാതിൽ തുറക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മകളുടെ മരണവിവരം അറിയുന്നത്. അതേസമയം കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. യുവതി കടുത്ത വിഷാദ രോഗത്തിലൂടെയും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. തന്റെ മകൾക്ക് പതിവായി കടുത്ത പേടി സ്വപ്നങ്ങളും പരിഭ്രാന്തിയും ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് അമ്മ നൽകിയ ഔദ്യോഗിക പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ നിഗമന പ്രകാരം CCTV ദൃശ്യങ്ങളിൽ അവർ വീട്ടിൽ നിന്ന് നേരെ കുളത്തിലേക്ക് പോകുന്ന വഴി വ്യക്തമായി കാണാം. ദൃശ്യങ്ങളിൽ മറ്റ് ബലപ്രയോഗങ്ങളുടെയോ രണ്ടാമതൊരു വ്യക്തിയുടെയോ ഇടപെടലിന്റെയോ ലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല. പെട്ടെന്നുണ്ടായ മാനസിക തകർച്ചയെ തുടർന്ന് സംഭവിച്ച ദാരുണമായ ഒരു ആത്മഹത്യയാണിതെന്നാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും മറ്റ് സാധ്യതകളെല്ലാം പൂർണ്ണമായി തള്ളിക്കളയുന്നതിനായി അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ.